ഇന്നഹു കാന സദ്ദീഖൻ നബിയ്യാ. 19-ാം അധ്യായ സൂറത്ത് മറിയം 41-ാമത്തെ ആയത്ത് മുതലാണ് ഞാൻ ഓതുന്നത്. വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട ഇബ്രാഹീമിനെ നിങ്ങൾ സ്മരിക്കുക. അദ്ദേഹം സദ്ദീഖൻ നബിയ്യാ, സത്യസന്ധനായ ഒരു നബിയാണ്, ഒരു റസൂലാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഇത് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉനാണെങ്കിൽ അതാണ് അഹ്ലുസുന്നയുടെ ആദർശമെങ്കിൽ, അതാണ് മില്ലത്ത് ഇബ്രാഹിമിന്റെ ആദർശമെങ്കിൽ, ഇന്ന് ഇത് പറയുന്ന ഈ ദിവസത്തിൽ പോത്തിനറുക്കുന്ന ആളുകളുടെ നാവിലൂടെ വരുന്ന വരികൾ എന്താണ്? യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ റസൂലേ, നിങ്ങളല്ലാതെ ഞങ്ങളുടെ പ്രയാസം തീർക്കാൻ മറ്റാരുമില്ല, ഞങ്ങളുടെ വിഷമങ്ങളുമായി നിങ്ങളിലേക്കാണ് ഞങ്ങൾ മടങ്ങിയിട്ടുള്ളത്. ബദറിൽ മരണപ്പെട്ടു പോയ ശുഹദാക്കള് അവർ അല്ലാഹുവിന്റെ സ്വർഗീയ ആരാമങ്ങൾ എന്നും ജീവിച്ചിരിക്കുന്നവരാണ്. പക്ഷേ ഭൂമിയിലേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് അല്ലാഹ് അനുമതി കൊടുത്തിട്ടില്ല. പക്ഷെ അവരെ വിളിച്ചുകൊണ്ട് അല്ലലും മലട്ടലുകളും ബുദ്ധിമുട്ടുകളും തീരാൻ വേണ്ടി ബദരീങ്ങളുടെ കൂടെ ജീവിച്ചവർ തേടിയിട്ടില്ല മുഅ്മിനീങ്ങളെ. അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ തേടിയിട്ടില്ല മുഅ്മിനീങ്ങളെ. പക്ഷെ ഇന്ന് അവരോട് തേടുന്നു. കെട്ടിപ്പൊക്കിയ ഖബറുകളിലേക്ക് എത്തിയിട്ട് ആ ഖബറുകാളികളെ വിളിച്ചുകൊണ്ട് തേടുന്നു. നോക്കൂ നിങ്ങള്, ഓമാനുൽ ശുഹദാക്കളുടെ നേർച്ച ഈ ദുൽഹിജ്ജ 7-ന് കഴിഞ്ഞു. നമ്മുടെ ഹജ്ജിന്റെ ദിവസം തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം ഈ മോമാരുടെ നേർച്ചയായിരുന്നു. ആ നേർച്ചപ്പാട്ടിൽ കാണാമെന്ന്, അയാ ശുഹദാ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈകും ബിൽഗാസതി സായിലീനാ അഗീസൂനാ ഇദശ്തദ്ദത് അലൈനാ ഖറായിബു ലൈസ ഫീനാ മയ്യഖീനാ. ഓമാനു ശുഹദാക്കൾ വിളിച്ചുകൊണ്ട് വിഷമങ്ങൾ പറയാ, ഇസ്തിഗാസ ചെയ്യാ, അവരോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹും അവന്റെ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതെന്താണ്? പറഞ്ഞു കൊടുക്കൂ റസൂലേ, ഇന്നമാ റബ്ബി, ഞാൻ എൻ്റെ അല്ലാഹുവോട് മാത്രമേ ദുആ എന്നിട്ട് പറഞ്ഞു, അസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ഖഫിയാ, ഞാൻ എൻ്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം? പാപമോചനം തേടാം. കാരണം അവൻ ഏറെ കനിവുള്ളവനാണ്. ഏത് പാപവും അല്ലാഹ് പൊറുക്കും. ശിർക്ക് ചെയ്തിട്ട് മരിക്കുന്നത് വരെ അത് തൗബ ചെയ്യാതെ ഇസ്തിഗ്ഫാർ ചെയ്യാതെ മരിച്ചു പോയാൽ ഒരു രക്ഷയുണ്ടാവില്ല. റസൂലുള്ളാഹിന്റെ സ്വന്തം മാതാവും പിതാവും അതിനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിതാവ് ആസറിന്റെ അവസ്ഥ എന്താണ്? ആസിയ ബീവിയുടെ ഭർത്താവ് ഫിറഔന്റെ അവസ്ഥ എന്താണ്? നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മക്കളുടെയും ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയുടെയും ചരിത്രം എന്താണ്? രക്തബന്ധം ആദർശത്തിന്റെ വിഷയത്തിൽ പരിഗണിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം വാപ്പാക്ക് വേണ്ടി പൊറുക്കലിനെ തേടാമെന്ന് ഇവിടെ പറഞ്ഞു. അതേ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആ പ്രാർത്ഥനയെ അല്ലാഹ് തിരുത്തിയതായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു. ശിർക്ക് ചെയ്തവർക്ക് വേണ്ടി, ശിർക്കിൽ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറ്റൂല. നമുക്ക് വേദന ഉണ്ടാവും പറയുമ്പോൾ, പറ്റൂല. ഖബർ സന്ദർശിക്കാം, അവർക്ക് വേണ്ടി പാപമോചനം പറ്റില്ല. അത്രയും വലിയ പാപമാണ് ആകാശത്തിന് ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ അശ്റകതു ബില്ലാഹ്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ച ധൈര്യം നമ്മൾ ബാപ്പമാരുടെ കുടുംബത്തോട് പറയാൻ ധൈര്യം കാണിക്കാൻ. എത്ര ആളുകൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇന്നും ശിർക്കിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്കൊരു ബുക്ക് കൊടുക്കാൻ, അവർക്കൊരു പ്രഭാഷണം ഇട്ട് കൊടുക്കാൻ, അവരുടെ നേരെ ഒരു പണ്ഡിതനെ കൊണ്ടുപോയി ഒന്ന് സംസാരിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ നാട്ടിലോ അവരുടെ കുടുംബത്തിലോ ഒരു സംഗമം നടത്തി ഒരു തൗഹീദിന്റെ പ്രഭാഷണം വിളിക്കാൻ എത്ര ആളുകൾക്ക് രോമം മുളച്ചിട്ടുണ്ട്? എത്ര ആളുകൾക്ക് നട്ടലിന് പകരം വാഴനാരുണ്ട്? നമ്മൾ സ്വന്തം നഫ്സിനോട് ചോദിക്കുക. എന്തിനാണ് നമ്മൾ സമൂഹത്തെ പേടിക്കുന്നത്? ക്രൂരനായ ഭരണാധികാരിയുടെ മുമ്പിൽ വിളിച്ചു പറയുന്ന, സത്യം വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ ധൈര്യവാൻ അവനാ മുവഹ്ഹിദ്. അതുകൊണ്ട് നമ്മുടെ നാട്ടില് ഇപ്പോഴും ഈ ശിർക്കിലാണ്, ഈ അന്ധവിശ്വാസത്തിലാണ്, ഈ ബിദ്അത്ത് ഖുറാഫാത്തിലാണ്. അവരുടെ മുമ്പിൽ പോയി നമുക്ക് പരിപാടി വെക്കണം, സംസാരിക്കണം, പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി അവരുടെ ആദർശം പറയണം. അതിന് ധൈര്യം കാണിക്കാൻ നട്ടലോടുകൂടി സമ്പത്തും അറിവും ശരീരവും എല്ലാം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമർപ്പിക്കാൻ സാധിക്കണം. ഈ ദിവസത്തിൽ നമുക്ക് മില്ലത്ത് ഇബ്രാഹിം പ്രചോദനമാകണം. സമൂഹത്തോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വ്യക്തമായി വിളിച്ചു പറഞ്ഞു. 26-ാം അധ്യായം സൂറത്ത് ശുഅറ 72-ാമത്തെ ആയത്ത്. കല്ലിൻ തൂണങ്ങളെ കൊത്തി നുറുക്കി, വലിയ വിഗ്രഹത്തിന്റെ മുകളിൽ കോടാലി തൂക്കി,
വന്നപ്പോൾ അവരോട് യുക്തിവാദം സംസാരിച്ചു, തർക്കശാസ്ത്രം സംസാരിച്ചു. ഇതാണ് ദഅവത്ത്. മാത്രമല്ല സ്വന്തം രാജാവ് തീക്കുണ്ടാരത്തിലേക്ക് അതിന്റെ പേരിൽ എറിയപ്പെട്ടു. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സഹായവുമായി വന്നപ്പോൾ പറഞ്ഞതെന്താ? ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൽ നസീർ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശം. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാകണം. നമ്മുടെ സ്നേഹം അള്ളാന്റെ സ്നേഹത്തിന് അപ്പുറത്ത് കിടക്കാൻ പാടില്ല. ഒരിക്കലും നാം ഒരാളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി, വെറുക്കുന്നെങ്കിൽ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി. മൻ അഹബ്ബ ലില്ലാഹ് ഫഅബ്ഗദ ലില്ലാഹ് വഅഅതാ ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുക, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാതിരിക്കുക, അവന്റെ ഈമാനാണ് കാമിലായത്. അതുകൊണ്ട്